നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഓട്ടുപെട്ടിയിലെ ബഡ്ജറ്റ്. കർഷക രക്ഷയ്ക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും മുൻതൂക്കം നൽകി UDF സർക്കാരിന്റെ അവസാന ബഡ്ജറ്റ്. കാർഷിക വികസനത്തിന് 764 കോടി രൂപ നീക്കിവച്ച ബഡ്ജറ്റിൽ നെൽകൃഷിക്ക് മാത്രം 35 കോടി, നാളികേര വികസന പദ്ധതിക്ക് 45 കോടിയും മത്സ്യമേഖലയ്ക്ക് 169 കോടിയും വകയിരുത്തി ഉമ്മൻചാണ്ടിയുടെ ഹരിത ബഡ്ജറ്റ്. റബ്ബർ വിലസ്ഥിരതാ ഫണ്ടിലേക്ക് മുൻ വർഷത്തെ 300 കോടിക്ക് പുറമെ 200 കോടിയുടെ ബഡ്ജറ്റ് വിഹിതം. കർഷകരിൽ നിന്ന് കിലോയ്ക്ക് 180 രൂപ നിരക്കിൽ റബ്ബർ സംഭരിക്കുമെന്ന് മുഖ്യമന്ത്രി. വിഷരഹിത പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ 74.3 കോടി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിന് 100 കോടി നീക്കിവയ്ക്കുന്ന ബഡ്ജറ്റിൽ ശബരിമല മാസ്റ്റർ പ്ലാനിന് 40 കോടി രൂപ. തൊഴിലുറപ്പ് പദ്ധതിക്ക് 50 ലക്ഷം. 24,000 കോടിയുടെ വാർഷിക പദ്ധതിയിൽ കേന്ദ്ര സഹായ പ്രതീക്ഷ 6,534 കോടി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ജനപ്രിയ ബഡ്ജറ്റിൽ അധിക നികുതി ബാധ്യതകളില്ല. ജീവൻ രക്ഷാ ഔഷധങ്ങൾക്ക് നികുതി ഒഴിവാക്കാനും BPL വിഭാഗക്കാർക്ക് 1 രൂപ നിരക്കിൽ നൽകിയിരുന്ന അരി സൗജന്യമാക്കാനും നിർദ്ദേശം. വികസനത്തിലേക്കുള്ള വഴി. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പുതിയ IT സംരംഭങ്ങൾക്കും ഊന്നൽ നൽകുന്ന ബഡ്ജറ്റിൽ റോഡുകൾക്കും പാലങ്ങൾക്കും 1,620 കോടിയുടെ പദ്ധതി. ഹൈവേ വികസനത്തിന് 25 കോടി. 18 കോടി രൂപ ചെലവിട്ട് ആറ്റിങ്ങലിൽ മാതൃകാ നഗര പദ്ധതി നടപ്പാക്കാനും നിർദ്ദേശം. സംസ്ഥാനത്ത് IT വികസന പദ്ധതികൾക്കായി ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നത് 458.82 കോടി. 1000 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി 25 കോടി രൂപ ചെലവിടും. യുവ സംരംഭങ്ങൾക്കുള്ള പ്രോത്സാഹന പദ്ധതിക്ക് 10 കോടി നീക്കിവെക്കുന്നതായും ബഡ്ജറ്റ് അവതരണത്തിൽ മുഖ്യമന്ത്രി. വാർദ്ധക്യകാല പെൻഷൻ 1,500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അധിക ഭാരം ചുമത്താത്ത ബഡ്ജറ്റിൽ വില കൂടുന്നത് പ്ലാസ്റ്റിക് ബാഗുകൾക്കും പ്ലാസ്റ്റിക് കുപ്പിയിലെ ഉൽപ്പന്നങ്ങൾക്കും. കോൺക്രീറ്റ് വാതിലുകൾക്കും കട്ടിടകൾക്കും നികുതിയില്ല. അന്ധർക്കുള്ള ഉൽപ്പന്നങ്ങളെയും നികുതിയിൽ നിന്ന് ഒഴിവാക്കും. റബ്ബർ, കൈത്തറി, കളിമണ്ണ് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. അഴിമതി മന്ത്രിസഭയുടെ ബഡ്ജറ്റ് എന്ന ആരോപണം ഉയർത്തി പ്രതിപക്ഷം ബഹിഷ്കരിച്ച സഭയിൽ മുഖ്യമന്ത്രി ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ വായിച്ചു തീർത്തത് 2 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട്. ബഡ്ജറ്റ് ചോർന്നെന്നും ഉള്ളടക്കം പുറത്തുവിട്ടത് വ്യാപാരികളും വ്യവസായികളുമായി വിലപേശാനെന്നും പ്രതിപക്ഷ നേതാവ് VS. ഇനി ജയിലിൽ ജയ. കതിരൂരിൽ കുരുക്ക് വീണ ജയരാജന് കോടതിയിൽ കീഴടങ്ങൽ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയ P. ജയരാജന് ഇനി ജയിൽവാസം. രാവിലെ പരിയാരം ആശുപത്രി വിട്ട ജയരാജന്റെ കീഴടങ്ങൽ മനോജ് വധക്കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ. കതിരൂർ കേസിൽ 25ാം പ്രതിയായ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയെ കോടതി റിമാൻഡ് ചെയ്തത് മാർച്ച് 11 വരെ. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം ജയരാജനെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റി. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ജയരാജന്റെ അപേക്ഷ കോടതി സ്വീകരിച്ചില്ല. കേസിൽ തന്നെ പ്രതി ചേർത്തതിന് പിന്നിൽ RSS ഗൂഢാലോചന എന്ന ആരോപണം ആവർത്തിച്ച് ജയരാജൻ. BJP അധ്യക്ഷന് RSS അയച്ച കത്ത് ഗൂഢാലോചനയ്ക്ക് തെളിവ്. സംഘപരിവാർ ഗൂഢാലോചനയ്ക്ക് മുഖ്യമന്ത്രി കൂട്ടുനിന്നെന്നും ജയരാജന്റെ ആരോപണം. നേതാക്കൾക്ക് ആശ്വാസം. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുലിനും ഇടക്കാല ആശ്വാസം. വിചാരണ നടക്കുന്ന പട്യാല ഹൌസ് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ലെന്ന് സുപ്രീം കോടതി. നിർദ്ദേശം ഈ മാസം 20-ന് കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ. നേതാക്കൾക്കെതിരെ ഹൈക്കോടതി നടത്തിയ എല്ലാ പരാമർശങ്ങളും സുപ്രീം കോടതി ഒഴിവാക്കി. കേസ് റദ്ദാക്കണമെന്ന സോണിയയുടെയും രാഹുലിന്റെയും ആവശ്യം പരിഗണിച്ചില്ല. വിചാരണ നടപടികളുമായി കോടതിക്ക് മുന്നോട്ട് പോകാമെന്നും സുപ്രീം കോടതി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂർ ശേഷം. നമസ്കാരം.